ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടും ക്രിസ്മസ് സമാഗതമായി. ഇരുട്ട് കനക്കുന്ന ലോകത്തിൽ പ്രത്യാശയുടെ പുതുജനനമാണ് ക്രിസ്മസ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ്റെ കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3:16 ദൈവസ്നേഹത്തിൻ്റെ പാരമ്യമാണ് ക്രിസ്തു ജനനം. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, ആ സ്നേഹത്തിൻ്റെ അടയാളമായി സ്വന്തം പുത്രനെ തന്നെ നൽകി. ഉദാത്ത സ്നേഹവും അളവില്ലാത്ത ദാനവും ഒത്തുചേരുന്നതാണ് ക്രിസ്മസ്. ഉപരിപ്ലവമായ സ്നേഹവും ഛേദമില്ലാത്ത ദാനവുമല്ല, ഉൾക്കാമ്പുള്ളതിനെ ഉണ്മയെ തന്നെ പങ്കിടുന്നതിലൂടെ യഥാർത്ഥ സന്തോഷവും സമാധാനവും പ്രത്യാശയും ലോകത്തിന് പ്രദാനം ചെയ്തു. ദൈവം നൽകിയത് സ്വയത്തെയാണ്. ദൈവത്തിൻ്റെ പരമോന്നത ദാനം കൊണ്ടാണ് ക്രിസ്മസ് ആരംഭിക്കുന്നത്. ആദ്യ ക്രിസ്മസ് സാധ്യമായത് ദൈവം സ്വയം മറ്റുള്ളവർക്കായി നൽകിയതിലാണ്. അതിൻ്റെ ആവർത്തനമാണ് ഓരോ ക്രിസ്മസും നമ്മോട് ആവശ്യപ്പെടുന്നത്. ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്തോഷം നേടുന്നതിൻ്റെ ആനന്ദമല്ല, കൊടുക്കുന്നതിൻ്റെ സന്തോഷമാണ്. ക്രിസ്മസിൻ്റെ യഥാർത്ഥ അർത്ഥം ലഭിക്കുന്നതിൽ അല്ല, നൽകുന്നതിലാണ്. ക്രിസ്മസിൻ്റെ കാതൽ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട ദാനത്തിലാണ്. നേടുന്നതിൽ മാത്രം നിൽക്കുമ്പോൾ ക്രിസ്മസിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്നു. ക്രിസ്മസിനെ വ്യക്തിപരമായ ആനന്ദത്തിലേക്ക് മാത്രം ചുരുക്കരുത്. നൽകുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷം നേടുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ലഭിക്കുന്നത് കുറച്ചു സമയം സന്തോഷം നൽകാം, നൽകുന്നത് സ്ഥിരമായ ആനന്ദം നൽകുന്നു. നമുക്കുള്ളതിനെ മറ്റുള്ളവർക്കായി പങ്കിടുവാൻ ക്രിസ്മസ് നമ്മെ ക്ഷണിക്കുന്നു. ദരിദ്രർക്ക് ഭക്ഷണം, ഏകാന്തർക്ക് സഖിത്വം, ദുഃഖിതർക്ക് ആശ്വാസം, പകയുള്ളിടത്ത് ക്ഷമ, അകന്നുപോയവർക്ക് അടുപ്പം, അപരന് ദയ, ഭാരമുള്ളവനെ കൈത്താങ്ങ് എന്ന് നൽകുമ്പോൾ നാം ദൈവത്തിൻ്റെ തന്നെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ഇന്ന് ലോകത്തിൽ യുദ്ധങ്ങൾ, അഭയാർത്ഥിത്വം, ദാരിദ്ര്യം, സാമൂഹിക രാഷ്ട്രീയ വിഭജനം, കാലാവസ്ഥാ പ്രതിസന്ധികൾ എന്നിവ വർദ്ധിക്കുന്നു. ഇത്തരം ഇരുട്ടിൻ്റെ നടുവിൽ ക്രിസ്മസ് നമ്മെ മാറി നിൽക്കാനല്ല, ഉത്തരവാദിത്തോടെ പ്രതികരിക്കുവാൻ വിളിക്കുന്നു. ക്രിസ്മസ് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. ഒരു സമുദായത്തിൻ്റെയോ ഒരു രാഷ്ട്രത്തിൻ്റെയോ ഒരു പ്രത്യേക കൂട്ടായ്മയുടെയോ ആഘോഷമല്ല ക്രിസ്മസ്. അത് സർവ്വജനത്തിനുമുള്ള അതിരുകളെയും മതഭേദങ്ങളെയും ഭാഷയെയും സംസ്കാരത്തെയും കടന്നു പോകുന്ന ഒരു മഹാസന്തോഷത്തിൻ്റെ സന്ദേശമാണ്. ആദ്യ ക്രിസ്മസിൽ മാലാഖമാർ ഇടയന്മാരോട് പ്രഖ്യാപിച്ച വാർത്ത ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യർ കേട്ട ക്രിസ്മസ് സന്ദേശമാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ലൂക്കാസിന്റെ സുവിശേഷം 2:10 പ്രഘോഷിക്കപ്പെടുന്നത് മഹാസന്തോഷമാണ്, കേവല സന്തോഷമല്ല. മഹാസന്തോഷം എന്നത് നിലനിൽക്കുന്ന സന്തോഷമാണ്. കേവല സന്തോഷം താൽക്കാലികമാണ്. ഇന്ന് മനുഷ്യൻ പരക്കം പായുന്നത് താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയാണ്. കുറുക്കുവഴികളിലൂടെ എങ്ങനെയും കാര്യം സാധിച്ച് താൽക്കാലിക നേട്ടങ്ങളിൽ അഭിരമിക്കുന്നു. കള്ളവും കരിഞ്ചന്തയും വർദ്ധിക്കുന്നു. അധ്വാനിക്കാതെ ലാഭം നേടാനുള്ള വഴികളാണ് പലരുടെയും അന്വേഷണം. തന്മൂലം നൈമിഷിക സുഖത്തിനു വേണ്ടി ശാശ്വതമായതിനെ ബലി കഴിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാവുന്ന തകർച്ച അതിഭയങ്കരമാണ്. ശാശ്വത സന്തോഷം ദൈവാന്വേഷണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. ഭൗതികമായതൊന്നും ശാശ്വത സമാധാനം നൽകുവാൻ കഴിയുകയില്ല. ശാശ്വത സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ഉറവിടമാണ് യേശു ക്രിസ്തുവിലൂടെ ഉദയം ചെയ്തത്. ക്രിസ്മസ് ദൈവത്തിൻ്റെ മനുഷ്യാന്വേഷണം കൂടിയാണ്. മനുഷ്യരാകുവാനും മനുഷ്യരെ തേടുവാനുമാണ് ക്രിസ്മസ് ആഹ്വാനം ചെയ്യുന്നത്. നാം നമ്മളുടെ സഹോദരന്മാരുടെ കാവൽക്കാരാണ്. ദൈവം ആഗ്രഹിക്കുന്നത് അപ്രകാരമാണ്. അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നിടത്താണ് ക്രിസ്മസ് യാഥാർത്ഥ്യമാകുന്നത്. പരാതികളും പരിഭവങ്ങളും മറന്ന് പകയും വെറുപ്പും വിട്ട് അകന്നുപോയവരെ അന്വേഷിച്ച് ഇറങ്ങുമ്പോഴാണ് ഉപാധികളില്ലാത്ത സ്നേഹം പകർന്നു നൽകുവാൻ സാധിക്കുന്നത്. ഭയപ്പെടേണ്ട എന്ന വാക്കാണ് ക്രിസ്മസ് സന്ദേശത്തിൻ്റെ ആദ്യ വാചകം. രാഷ്ട്രീയ ആശങ്കകളും സാമൂഹിക അനീതികളും ആത്മീയ ഇരുട്ടും നിറഞ്ഞ ലോകത്തിലാണ് യേശു ജനിച്ചത്. അതിനാൽ ക്രിസ്മസ് നൽകുന്ന സന്തോഷം യഥാർത്ഥ പ്രത്യാശയുടെ സന്തോഷമാണ്, വെറും വികാരമല്ല. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ സന്തോഷവും സമാധാനവും പ്രത്യാശയും നമ്മിലൂടെ ലോകത്തിലേക്ക് ഒഴുകണം.
ക്രിസ്മസ് വെറും അനുഭവിക്കാനുള്ളത് മാത്രമല്ല, പങ്കുവയ്ക്കാനുള്ളത് കൂടിയാണ്. നമ്മളുടെ സാന്നിധ്യം നാം തന്നെ അവരുടെ ഭീതിയാകരുത്, മറിച്ച് സന്തോഷവും സമാധാനവും പ്രത്യാശയും പകരുന്നതാകണം. അവരുടെ ജീവിതത്തിന് മുൻതൂക്കം നൽകണം. എനിക്ക് എന്താണ് ഗുണം എന്നതിൽ നിന്നും മറ്റൊരാൾക്ക് എന്നിലൂടെ എന്താണ് ഗുണം എന്ന് ചോദിക്കണം. പുതുവസ്ത്രങ്ങളും ഭക്ഷണമില്ലാത്ത ഒരാളുടെ കണ്ണീർ ഒപ്പാത്ത പക്ഷം നമ്മളുടെ ആഘോഷം അർത്ഥശൂന്യമാകും. ക്രിസ്മസ് കരുണയുടെ പ്രവൃത്തിയാണ്. ഏതൊക്കെ തകർച്ച നേരിട്ടാലും പ്രത്യാശ കൈവിടരുത്. വിവേചനങ്ങൾക്കിടയിൽ ഐക്യവും നിരാശകൾക്കിടയിൽ പ്രത്യാശയും വേദനകൾക്കിടയിൽ സ്വാതന്ത്ര്യവും പകരുവാൻ ക്രിസ്മസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അതിനായി നമ്മെ സമർപ്പിക്കാം. DSMCയുടെ പ്രേക്ഷകർക്ക് ക്രിസ്മസ് ആശംസകളും പുതുവത്സര ആശംസകളും ഞാൻ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.